ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്ന പല നഴ്സസിനും അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അവരൊരു സർട്ടൻ ഇൻകം 10,000-20,000 സാലറി ഒക്കെ വെച്ച് ഇവിടെ ഒരു ജോലി അവർക്ക് ആവശ്യമായിട്ടൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ അതിനുവേണ്ടി അവർ കുറെ സഫറിങ്സ് എടുക്കുന്നുണ്ട്. ഒന്ന് സാലറി കുറവാണ്, അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ്, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. ജർമ്മനിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ആസ് എ നേഴ്സ്, ജർമ്മനിയിൽ പോകാൻ പോകുന്ന നേഴ്സ് നിലയ്ക്ക് അവരോട് എന്താ പറയാനുള്ളത്? ഇപ്പം ഇവിടെ ഇപ്പൊ വർക്ക് ചെയ്യുന്നവരോടാണ് എങ്കിലും ഞാൻ പറയുന്നത്, നിങ്ങൾക്കിപ്പം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം സാലറി കുറവാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 hours എന്ന് പറഞ്ഞാലും 8 hours അല്ല. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് 8 hours എന്ന് പറയുന്നേ ഉള്ളൂ, അതൊന്നും അല്ല, അതിൽ കൂടുതലാണ് ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. എന്നിട്ടും അത്രയും കഷ്ടപ്പെട്ടിട്ടും ഇവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു ലോ സാലറിയാണ്. അപ്പം അതിന് നമുക്ക് ഫാമിലിനെ ആണെങ്കിലും നമുക്കൊന്ന് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു സാലറി വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നതിലും നല്ലതെന്ന് പറയുന്നത്, നിങ്ങളിപ്പം ഒരു 8 month ജർമ്മൻ പഠിച്ച് ജർമ്മനി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ആകും. നമുക്ക് നമ്മുടെ ഫാമിലിനെ ആണെങ്കിൽ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ കിട്ടുന്നത്. അപ്പം അങ്ങനെയൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജർമ്മൻ ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയല്ലേ.